സരക്കടില്ലേ ലാലേട്ടൻ തകർത്തോ? ലാലേട്ടൻ തകർത്തോ? തകർത്തിട്ടുണ്ട്. അല്ലെ രാഷ്ട്രീയമൊക്കെ ഇപ്പൊ ഭയങ്കര ചർച്ചാ അതെ, വിഷയമായിക്കൊണ്ടിരിക്കുകയാണ്. ചർച്ച ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഇത് കട്ട് ചെയ്തതിന് മുമ്പ് കാണണമെന്ന് കണ്ടായിരുന്നു. പക്ഷെ നമുക്കറിയില്ലല്ലോ എവിടെ കട്ട് ചെയ്തത്. ഫസ്റ്റ് ഹാഫ് ഇത്തിരി ബോറായിരുന്നു. സെക്കൻഡ് ഹാഫ് ഓക്കെയാണ്. പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട് എല്ലാവരുടെ? പെർഫോമൻസ് എല്ലാം കേടുവാണ്. മഞ്ജു വാര്യർക്ക് മഞ്ജു വാര്യർക്ക് നന്നായിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് നമുക്ക് ഒത്തിരി ഒരു ലാഗ് പോലെ തോന്നും. കാരണം നമ്മൾ ഈ ബാക്കിയുള്ള ഈ ന്യൂസ് എല്ലാം കേട്ടിട്ട് ചെന്ന് ഫിലിം കാണുന്നുണ്ട്. സെക്കൻഡ് ഹാഫ് സൂപ്പറാണ്. ഭയങ്കര ചർച്ചകൾ പുറത്ത് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ സിനിമയെ കുറിച്ച്. അപ്പൊ എന്താ തോന്നി കണ്ടപ്പോ? എന്താ നമ്മൾ ആ ഒരു ചർച്ച കണ്ടിട്ട് പോയി കാണുമ്പോൾ നമ്മള് ആ ഒരു മനസ്സിൽ ഒരു നെഗറ്റീവോടുകൂടിയാണ് കാണുന്നത്. സെക്കൻഡ് ഹാഫ് വരുമ്പോഴത്തേക്കും പൃഥ്വിരാജ് എന്ന ഒരു ഡയറക്ടർ കംപ്ലീറ്റ് ആയിട്ട് അതിലുണ്ട്. അങ്ങനെ എന്തെങ്കിലും കട്ട് ചെയ്യണോ അങ്ങനെ എന്തെങ്കിലും തോന്നിയോ? ഒരു കട്ടിങ് ഒക്കെ വേണം അങ്ങനെ എന്തെങ്കിലും തോന്നിയായിരുന്നു? അതിപ്പം തോന്നിയോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് രാഷ്ട്രീയപരമായിട്ടൊക്കെ നോക്കുമ്പോഴത്തേക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല. ഒരു ഫിലിം എന്ന് പറയുമ്പോൾ നമ്മൾ ഫിലിമിന്റേതായ രീതിയിൽ കാണണം. ഇതിപ്പോ ബാക്കിയെല്ലാം വലിച്ചഴിച്ച് അതിൻ്റെ അകത്ത് ഉൾക്കൊള്ളിച്ച് കണ്ടതുകൊണ്ട് അത് വേണ്ടായിരുന്നു. ആസ്തേ പൃഥ്വിരാജ് എന്ന് പറഞ്ഞ ഡയറക്ടർ ഇങ്ങനെയല്ല, നമ്മൾ വേറൊരു രീതിയിലേക്ക് നമ്മൾ ലൂസിഫർ കണ്ടിട്ട് വരുമ്പോഴത്തേക്കും അതിന്റേതായ രീതിയിൽ തന്നെ സൂപ്പറായിരുന്നു. എല്ലാരും കണ്ടിരിക്കേണ്ടതാണ്. സോഷ്യലി ആൻഡ് പൊളിറ്റിക്കലി റെലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കാണിച്ചിരിക്കുന്നത്. ഇങ്ങനെ കട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, അതിന്റെ ആവശ്യമുണ്ടോ? ഇല്ല, തോന്നി ഒരിക്കലും ഇല്ല, ആവശ്യതയില്ല. എല്ലാരും കണ്ടിരിക്കേണ്ടതാണ്, അറിഞ്ഞിരിക്കേണ്ടതാണ്. അതെ അതെ അതെ. പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട് എല്ലാവരുടെ ഇതില്? നല്ലതായിരുന്നു, ഒത്തിരി നല്ലതായിരുന്നു. കൂടുതൽ ഇഷ്ടപ്പെട്ട ആരെയായിരുന്നു? ലാലേട്ടൻ, അങ്ങനെയില്ല, മഞ്ജു ചേച്ചി, അങ്ങനെയില്ല, എല്ലാരും ഈക്വലി എല്ലാരും നല്ലതായിട്ട്. ഡയറക്ഷൻ ഒക്കെ എങ്ങനെയുണ്ട് പൃഥ്വിരാജിന്റെ? എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതെ അതെ, നല്ല ലൈക്ക് ഒരു സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള പൊളിറ്റിക്കലി റെലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഭയങ്കര ധൈര്യത്തോടെ പറഞ്ഞു. അപ്പൊ ഒത്തിരി നല്ല ആർജവത്തോടെ പറഞ്ഞതിന്റെ ഒരു ഹാർട്ടി എന്താ പറയുന്നത് കൺഗ്രാചുലേഷൻസ്. സൂപ്പർ ആയിരുന്നു, അടിപൊളി. എല്ലാരും കാണും. ഒരുപാട് പേര് പറഞ്ഞു പടത്തിന് ഹൈപ്പ് ഇത്ര ആയതുകൊണ്ടാണോ എവിടെയൊക്കെയോ ചിലടത്ത് നമുക്കൊരു സ്ലോ പോലെയൊക്കെ ഫീൽ ചെയ്തെന്നൊക്കെ, അങ്ങനെ എന്തെങ്കിലും തോന്നിയോ? എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തില്ല. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടെന്നേ ഞാൻ പറയുള്ളൂ. എനിക്ക് ആ ഒരു ലാഗ് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തില്ല. അതിന് വേണ്ടതുപോലെ എനിക്ക് ഫീൽ ചെയ്തത്. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. എങ്ങനെയുണ്ട് പെർഫോമൻസ് ഒക്കെ? എങ്ങനെയുണ്ട് എല്ലാവരുടെ? നല്ല ഡയറക്ഷൻ ഒക്കെ ഇഷ്ടമായി? സൂപ്പറായിരുന്നു. സിനിമ ഭയങ്കര ചർച്ചാ വിഷയം ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരാവശ്യമില്ല, കാണേണ്ട പടം തന്നെയാണ്. അങ്ങനെ തന്നെയാണ് സിനിമയായിട്ട് കണ്ടാൽ മതി. അതെ, നല്ല മൂവിയാണ്, നല്ല സിനിമ. പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട് എല്ലാവരുടെയും? ആരെയും ഒരുപാട് ഇഷ്ടമായിരുന്നു. മോഹൻലാലില്ല. മഞ്ജു വാര്യരൊക്കെ എങ്ങനെയുണ്ട്? മഞ്ജു വാര്യർ കൊള്ളായി. ഡയറക്ഷനോ? അത് കൊള്ളായി. ഇഷ്ടമായോ? ഇഷ്ടപ്പെട്ടു, അടിപൊളിയായിരുന്നു. പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട് എല്ലാവരുടെ? പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയായിരുന്നു. മഞ്ജു ചേച്ചി എങ്ങനെയുണ്ട്? തകർത്തോ? അടിപൊളിയായിട്ട്. ഡയറക്ഷനോ? അടിപൊളിയായിട്ട്. എങ്ങനെയുണ്ട്? ഫുള്ളായിരുന്നു, നന്നായിരുന്നു. പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട് എല്ലാവരുടെയും? ഫുള്ളായിരുന്നു, ലാലേട്ടൻ, മഞ്ജു ചേച്ചിയൊക്കെ നന്നായിരുന്നു. ഡയറക്ഷൻ ഒക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയായിരുന്നു. ഡയറക്ഷനും കൊള്ളായിരുന്നു. നമ്മളൊരു സിനിമ എന്നുള്ള നിലയ്ക്ക് കണ്ടു കഴിഞ്ഞാൽ കുഴപ്പമില്ല, അല്ലാതെ വേറൊരു ആംഗിളിൽ കാണാതിരുന്നാ മതി. സീൻസ് ഒക്കെ ഇപ്പൊ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കുറച്ച് വന്നില്ല, അതുകൊണ്ട് കൊണ്ടാണ് ഇന്ന് വന്നത് കാണാൻ വേണ്ടി. അതെ അതെ പറയുന്നു. എന്തോന്നി കണ്ടപ്പോ? എന്തോന്നി? അതിന്റെ ആവശ്യമുണ്ടോ? കണ്ടപ്പോ ഓൾമോസ്റ്റ് നല്ലൊരു സിനിമയാണ്. എന്തിനാ ഇപ്പൊ നടക്കും? എന്തോ അതറിയില്ല. സിനിമയായിട്ട് കണ്ടു കഴിഞ്ഞാൽ കുഴപ്പമില്ല അല്ലേ? ഇല്ല കുഴപ്പമില്ല. സിനിമ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അടിപൊളി. ലാലേട്ടൻ, മഞ്ജു വാര്യരൊക്കെ തകർത്തോ? ഓക്കെ. എന്താ പറയാ? സൂപ്പറാണോ? എന്താ ഇഷ്ടമായത് ഭയങ്കരമായിട്ട്? മോഹൻലാല് പൃഥ്വിരാജിന്റെ ഡയറക്ഷൻ എല്ലാം അടിപൊളി. നല്ല ഗംഭീരം. കട്ടൊക്കെ കുറച്ച് കട്ടൊക്കെ ചെയ്യുന്നൊക്കെ പറഞ്ഞു. ഇതിലൊന്നും ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു കണ്ടിടത്തോളം. അതുകൊണ്ട് ഇന്ന് തന്നെ കാണാൻ എന്താണ് ഗംഭീരമായിട്ടുണ്ട്. ഇതിലെ രാഷ്ട്രീയത്തെ കുറിച്ച് ഭയങ്കരമായിട്ട് ചർച്ചയൊക്കെ. രാഷ്ട്രീയം ഇപ്പൊ കോണ്ടംപററി ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട്. ഇത്രയും ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? ഒന്നുമില്ല. സിനിമയ്ക്ക് സ്വാതന്ത്ര്യമല്ലേ, ആർട്ടല്ലേ, അതിനുള്ള സ്വാതന്ത്ര്യം എപ്പോഴും അനുവദിക്കണം. അതിലൊന്നും എതിർത്തിട്ടൊന്നും കാര്യമൊന്നുമില്ല. എതിർക്കുന്നവർ എതിർത്തോണ്ടിരിക്കും, പക്ഷെ കാണേണ്ടവർ കണ്ടോണ്ടിരിക്കും. അത്രേ ഉള്ളൂ.